ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ TV ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് ആർക്കാണ് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണ ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഏകദേശം അണ്ടർ ദ ടേബിൾ ഡീൽ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. ഫാൻകോഡും സോണി നെറ്റ്വർക്കും തമ്മിലുള്ള ഇരിപ്പോഷം വെച്ചിട്ട് സ്വാഭാവികമായിട്ടും സോണി നെറ്റ്വർക്കിന് തന്നെ ആയിരിക്കും ഇത്തവണത്തെ TV ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് പോവുക. ഫാൻകോഡ് അവർക്ക് തന്നെ കൈമാറാൻ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഈ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഏകദേശം അത് യാഥാർത്ഥ്യമായിരിക്കുക എന്നല്ല, അത് ഒഫീഷ്യലായി വന്നിരിക്കുകയാണ്. സോണി നെറ്റ്വർക്ക് ആയിരിക്കും ഇത്തവണത്തെ TV ബ്രോഡ്കാസ്റ്റിംഗ് പാർട്ണർ. അപ്പം സോണി സ്പോർട്സിൽ നമുക്ക് ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങൾ കാണാം. കമൻട്രി അവൈലബിൾ ആയിട്ടുള്ള ഭാഷകളുടെ കാര്യം കൂടുതൽ പറയേണ്ടതില്ലല്ലോ. 5 ഭാഷകളിൽ ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കമൻട്രി അവൈലബിൾ ആണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ പ്രൈമറി ലാംഗ്വേജസിന് പുറമെ മലയാളത്തിലും ബംഗാളിയിലും എല്ലാ മത്സരങ്ങളുടെയും ടെലികാസ്റ്റിംഗ് ഉണ്ടായിരിക്കും. അതുകൂടാതെ തമിഴ് ഭാഷയിൽ ചെന്നൈയിൻ FC മത്സരങ്ങളുടെയും ടെലികാസ്റ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പം TV ബ്രോഡ്കാസ്റ്റിംഗ് പാർട്ണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാൻകോഡിൻ്റെ ഉറ്റ ചങ്ങാതിമാരായിട്ടുള്ള സോണി നെറ്റ്വർക്ക് ദീർഘകാല പാരമ്പര്യവും പ്രൗഢിയുമൊക്കെ അവകാശപ്പെടാനുള്ള സോണിയിൽ കൂടിയായിരിക്കും ഇത്തവണ നമുക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ മത്സരങ്ങൾ ടെലിവിഷൻ സ്ക്രീനിൽ ആസ്വദിക്കാൻ കഴിയുക.